പുതിയൊരു ചേഞ്ചാണ് നമ്മുടെ ഡാഷ് സ്ക്വയർ ലെയറിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡാഷ് സ്ക്വയർ ലെയർ ഉള്ളത് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്ന മെനുവിലാണ്. സ്പെഷ്യൽസിൽ ഡാഷ്ഡ് ലൈൻ എന്ന് പറയുന്ന ഈ ഒരു ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിൽ പോയിൻ്റി ആയിട്ടുള്ള ലൈനോട് കൂടെ ഒരു ബോക്സ് കിട്ടും. ഇതിൽ നമുക്ക് ഡാഷ് സ്റ്റൈൽ എന്ന് പറയുന്ന ടൂളൊന്ന് പരിചയപ്പെട്ട് നോക്കാം. അപ്പോൾ ഇതിൽ 4 അളവുകളുണ്ട്. ഈ അളവുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുകളിലുള്ള ഡാഷിനകത്തുള്ള ആ ലെയറിനകത്തുള്ള ഗ്യാപ്പും അതിൻ്റെ വലുപ്പവും ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാം. ഇതാണ് ഒരു ഓപ്ഷൻ. നമുക്ക് ഇതിൻ്റെ സ്ട്രോക്കിൻ്റെ സ്ട്രോക്ക് സെലക്ട് ചെയ്ത് ക്യാൻവാസിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് തിക്നെസ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള എഡ്ജാണ് ഓരോന്നിനുള്ളത്. നമുക്ക് നമ്മൾ ഡാഷ് സ്റ്റൈൽ തന്നെ താഴെ റൗണ്ടഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ അതിൻ്റെ എഡ്ജൊക്കെ കുറേ കൂടെ റൗണ്ടിഷ് ആയിട്ട് ഉരുണ്ട രൂപത്തിലുള്ള ലൈൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ആ ടൂളുകൾ ചെയ്യുന്നത്. ഇനി അതിൽ അടുത്തത് പാത്ത് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈ പാത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കിതിലൊരു ഗ്യാപ്പ് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്, 4 ഭാഗവും പരസ്പരം കണക്റ്റഡ് ആണ്. നമുക്ക് ഈ പാത്ത് പോയിട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഭാഗം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊരു ഗ്യാപ്പ് വരുന്നതായിട്ട് കാണാം. ഇനി എൻഡിൻ്റെ ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഗ്യാപ്പ് ഇടാൻ പറ്റും. ഇനി ഈ ഗ്യാപ്പിൻ്റെ പൊസിഷൻ നമുക്ക് മാറ്റണമെങ്കിൽ ഓഫ്സെറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഗ്യാപ്പിനെ നമുക്ക് വേറൊരു ഭാഗത്തേക്ക് അറേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഡാഷിൻ്റെ ഈ ഒരു സ്ക്വയർ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതെപ്പോഴാണ് യൂസ്ഫുൾ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം, സ്പീക്കേഴ്സ് എന്നുള്ളത് ഇവിടെ ഉണ്ട്, വൈറ്റ് കളറാക്കി. അപ്പോൾ എനിക്കിവിടെ ഒരു ഗ്യാപ്പാണ് ഇവിടെ ആവശ്യമുള്ളത്. നമ്മൾ നമ്മുടെ ലെയർ സെലക്ട് ചെയ്യുന്നു, താഴെ നമ്മുടെ പാത്തിൽ നമ്മൾ സ്റ്റാർട്ട് കൊടുത്തിട്ട് നമ്മളൊരു ഗ്യാപ്പ് ഉണ്ടാക്കി. പിന്നെ ഈ ഓഫ്സെറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഇതിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ഒരു ഗ്യാപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിന് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. നേരത്തെ ഇത് കുറച്ച് പ്രയാസകരമായിരുന്നു. പലപ്പോഴും ഡിസൈനുകളിൽ കാണുന്ന ഒരു പാറ്റേണാണിത്. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പിനെ ഉപയോഗപ്പെടുത്തും. മറ്റൊന്നുള്ളത് സ്റ്റാമ്പ് മോഡാണ്. സ്റ്റാമ്പ് മോഡ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു സ്റ്റാമ്പ് ഐക്കൺ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് നമ്മൾ ഐക്കൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ഐക്കൺ ആയിരിക്കും ഇതിനുള്ള നേരത്തെ ഉണ്ടായിരുന്ന ആ പോയിന്റുകൾക്ക് പകരം വരിക. അപ്പോൾ ഇത് തമ്മിലുള്ള ഗ്യാപ്പ്, അതിൻ്റെ സൈസ് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു ആർട്ട് വർക്കായിട്ട് നമുക്കതിനെ മാറ്റാൻ പറ്റും. അതിൻ്റെ സൈസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഗ്യാപ്പ് ഒരു പ്രശ്നമാണെങ്കിൽ നേരത്തെ കണ്ടത് ഭാഗത്തുനിന്ന് അതിൻ്റെ ഗ്യാപ്പ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ രൂപത്തിലൊക്കെയുള്ള അറേഞ്ച്മെൻറ്റുകൾ ഈ ടൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ആ കളറിൽ നമുക്ക് നമ്മുടെ ഡാഷ് ലൈന് കാണാൻ പറ്റും.